4 ദിവസം 4 മണിക്കൂർ പോലെ പോയതുപോലെയുണ്ട്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറില്ല നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. നമ്മൾ നാളെയാണ് കാലിക്കറ്റിലോട്ട് തിരിച്ചു പോകുന്നത്. രാവിലെ 8 മണിക്ക് ഫ്ലൈറ്റ് ആയത് കാരണം ഇവിടെ നമ്മൾ ബോട്ട് എടുത്ത് എയർപോർട്ടിലൊക്കെ എത്തുമ്പോഴേക്ക് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് മാലിയിൽ ഉള്ള ഒരു ഹോട്ടലിലാണ് ഇന്ന് രാത്രി സ്റ്റേ. അപ്പോൾ രാവിലെ കുറച്ച് റിലാക്സ്ഡ് ആയി കുറച്ച് മെല്ലെ എണീറ്റ് നടക്കാനുള്ള ദൂരമുള്ള എയർപോർട്ടിലോട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. മാൽദീവ്സ് ശരിക്ക് 4 ദിവസമേ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോരോ ആൾക്കാർക്കും ഭയങ്കര ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പം എന്നെയും വിഷ്ണുവിനെയും പോലത്തെ ആൾക്കാർക്ക് മാൽദീവ്സിൽ ഈസിലി ഒരു 2 വീക്സ് നിൽക്കാൻ പറ്റും. മെല്ലെ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കടലിലൊക്കെ ഇറങ്ങി സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി. നമ്മളിവിടുന്ന് പോകുമ്പോൾ ചില സ്ഥലത്ത് പോകുമ്പോൾ തിരിച്ചു വരണം എന്ന് തോന്നുമല്ലോ, അങ്ങനെ തിരിച്ചു വരും എന്ന ആഗ്രഹമുള്ള ഒരു കൺട്രിയാണ് മാൽദീവ്സ്. അപ്പോൾ ഇനി ഇവനൊക്കെ ഒന്ന് വലുതായി ഇവനും കൂടെ ഈ വെള്ളമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. എല്ലാ തവണയും ട്രിപ്പ് തുടങ്ങുന്നത് ഞാൻ കാര്യമായി വ്ളോഗ് ചെയ്യും. എൻഡ് ചെയ്യാനാകുമ്പോഴേക്ക് എനിക്ക് മടിയായിട്ട് ഞാൻ വീഡിയോ എടുക്കില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാറുള്ളൊരു കാര്യമാണ് പോയി തിരിച്ചെത്തുന്നത് വരെ പോസ്റ്റ് ചെയ്യണം, അപ്പോഴാണ് ആ ഒരു യാത്ര കഴിഞ്ഞ് എത്തിയ ഒരു ഫീലിന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മളൊന്ന് എടുക്കുന്നു. ഇന്ന് നമ്മൾ മാലി പോവുകയാണ്. മാലി കുറച്ച് എന്താന്നുള്ളത്, ഇങ്ങനത്തെ റിസോർട്ട്സ് അല്ലാത്ത സെറ്റപ്പ് എന്താന്നുള്ളതും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പം ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. പൂവൊക്കെ വെച്ചിരിക്കുന്ന ചെവിയില് ഇവര് രാവിലെ തന്നെ ബീച്ച് പൂൾ വില്ല വെക്കാം. അവന്റെ സ്ലിംഗ് ആണ്, എന്റെ ബാഗിലും വെക്കാൻ പറ്റും. ഇവര് രാവിലെ തന്നെ ബീച്ച് പൂൾ വില്ല ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചെക്കൗട്ട് ചെയ്തതാണ്? എങ്ങനെ ഉണ്ടായിരുന്നു 4 ദിവസം? എനിക്ക് 4 ദിവസം 4 മണിക്കൂർ പോലെ തോന്നിയത് അല്ലേ. കുറച്ചുകൂടെ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഒക്കെ നോക്കാം. അതെ, പക്ഷെ ഇത്തവണ ഇവൻ ചെറുതായത് കാരണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരുപാട് പുറത്തു പോകാൻ പറ്റില്ല. വീണ്ടും തിരിച്ചു വരും. മാൽദീവ്സ് അല്ലേ, ഭയങ്കര അടിപൊളിയായിരുന്നു. അതെ, പക്ഷെ നമുക്ക് രാജ്യം വിട്ട പോലത്തെ ഒരു ഫീൽ വരുന്നില്ലല്ലോ. അതെന്താ നമ്മളെ നാട്ടുകാരെ കുറെ കണ്ടു. അതെ അതാണ് മെയിൻ കാരണം. അതെ, ഇല്ല ചൂട് കൂടുതലാണ്. ആ ചൂട് കൂടുതലാണെങ്കിൽ ചുറ്റും വെള്ളം ചൂട് അറിയില്ല. പക്ഷെ ഇവിടുത്തെ ചൂടിലെ നമുക്ക് ഒരു പൊള്ളലാണ്, ചൂടെടുക്കലല്ല, സ്കിന്നിങ്ങനെ പൊള്ളുക അല്ലേ. ഇന്ന് കാലാവസ്ഥയുടെ വ്യത്യാസം. അതെ, അധികം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുവിന്റെ തിരക്ക് നോക്കണേ, വീഡിയോ എടുക്കുമ്പോൾ 4 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അതിന്റെ ഇടയിൽ കൂടെ അമ്മടുത്ത് 4 ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഉസ്മാൻ? വിഷ്ണുവിന് എങ്ങനെ ഉണ്ടായിരുന്നു മാൽദീവ്സ്? എന്തോന്ന് മര്യാദക്ക് മറുപടി പറയണോ? എങ്ങനെയായിരുന്നു മാൽദീവ്സ്? തർക്കുത്തരം പറയാ അല്ലേ. ഭയങ്കര ഒരു ഗുഡ് ഫീൽ ഉള്ള സ്ഥലമായി. നമ്മൾ തിരിച്ചു വരും. ഈ റിസോർട്ടിൽ തന്നെ നമ്മൾ തിരിച്ചു വരില്ല, കാരണം ഇവിടുത്തെ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ദ്വീപിലുള്ള ഒരു റിസോർട്ടിലോട്ട് തിരിച്ചു വരും. വിഷ്ണു അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒരു 30 സെക്കൻഡ് എന്ന് പറയാൻ എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ എക്സ്പീരിയൻസ്? എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കുറെ കാലമായിട്ട് വരണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. അപ്പം വന്നിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തത്. 3-4 ദിവസം ഭയങ്കര രസമായിരുന്നു. യുവിനെ നന്നായി മാനേജ് ചെയ്യാൻ പറ്റി. അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ടോട്ടലി അടിപൊളിയായിരുന്നു. അത് മതി. പിന്നെ നമുക്ക് ഇവിടെ നിന്നും കൂടെ ചെക്കൗട്ട് ചെയ്യാം. നമ്മളൊരു ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കി ഇട്ട് വേണം ഇറങ്ങാൻ അല്ലേ. നമ്മൾ ഈ ഒരു റൂമും കൂടെ ചെക്കൗട്ട് ചെയ്യും. ഇതോടുകൂടെ നമ്മൾ വില്ല നോട്ടിക്കനോട് വിട പറയും. ബർത്ത്ഡേ കേക്ക് എല്ലാ തവണയും പറയാറില്ലേ, ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം കേക്ക് നമുക്ക് ആർക്കും ഇങ്ങനെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു, ബാക്കി വേസ്റ്റായി. നിങ്ങളുടെ കേക്ക് എന്തായി? അച്ഛന്റെ ബർത്ത്ഡേ നമ്മൾ ഇന്നലെ മൊത്തത്തിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ആരും വിഷ് ചെയ്തില്ല. പക്ഷെ എന്നാലും അമ്മയും മറന്നു, ഞാനും മറന്നു, വിഷ്ണു മറന്നു. കാരണം ഇന്നലെ ഒരു ഫുൾ റൗണ്ട് ഓഫ് സെലിബ്രേഷൻ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങുകയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം. 4 ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള 4 ദിവസമായിരുന്നു. നമ്മൾ 4 പേരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. 5 പേര് യുവി വരെ എൻജോയ് ചെയ്തു കേട്ടോ. യുവിക്ക് വരെ നല്ലൊരു വെക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ തോന്നുന്നു 2 ദിവസം കൂടെ കൂട്ടിയെടുക്കായിരുന്നു എന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. ലഗേജ് എല്ലാം പുറത്തേക്ക് വെച്ചു. ഇനി നമ്മൾ 2 മണിക്കൂറും കൂടെ അവിടെ ഇരിക്കും. കാരണം 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് മാലിയിലോട്ട് ബോട്ടുള്ളൂ. ഇവിടെ അങ്ങനെ വേറെ ഐലൻഡ്സ് അല്ലേ കുറേ ആണ്. അപ്പോൾ മാലിയിലാണ് എയർപോർട്ട് വരുന്നത്. ഇവിടെ അമ്മയും
യുവിയും കൂടെ കളിയിലാണ്. ഇവർ രണ്ടുപേരും മാത്രമേ, ഞാനും ബാക്കി ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ലഗേജ് എല്ലാം പുറത്തിറക്കി വെച്ചു. ഇതായിരുന്നു നമ്മളിവിടെ നിന്ന് പ്രോപ്പർട്ടിയുടെ പുറത്തുനിന്നുള്ള ലുക്ക് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാട്ടർ വില്ല കുറച്ചൊരു പഴയ കൺസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു വില്ല നോട്ടിക്കയുടെ സർവീസ് എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു അല്ല വിഷ്ണു? സോറി, വേറെ കോൺവെർസേഷനിൽ ഞാൻ കയറി ചെന്ന പോലെ. എനിക്കിവിടെ വലിയ പ്രസക്തി ഇല്ലാത്തത് കാരണം ഞാൻ അകത്ത് പോട്ടെ. എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ വന്നതാട്ടോ. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു വില്ല നോട്ടിക്കയുടെ സർവീസസ്? അച്ഛനോട് സർവീസ് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല പിന്നെ എല്ലാ കാര്യം പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ഫുഡാണ്, അക്കോമഡേഷൻ, എവറിങ് വാസ് ഫൈൻ. അതെ, നമുക്ക് അമ്മയും അച്ഛനും നമ്മളും പിന്നെ ചെറിയ കുട്ടിയുള്ളത് കാരണം നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്തൊക്കെ ഒരു ദിവസം ചെയ്യണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്തത്. അതിനനുസരിച്ച് ഈ ഒരു ഹോട്ടൽ നമുക്ക് കണ്ടുപിടിച്ചതും അടുത്ത ദിവസം നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മാലിയിൽ പോയി നിൽക്കാം, അവിടുന്ന് പോകാമെന്നുള്ളതൊക്കെ ബഡ്ജറ്റ് ഹോൾഡേഴ്സിൻ്റെ സജഷനായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ട്രിപ്പ് ഭയങ്കര ഈസി ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക ടൂർ. ഹലോ, നമുക്കിപ്പോൾ ഭാഗ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരു ടൂർ ഓപ്പറേറ്ററുടെ ഒപ്പം വർക്ക് ചെയ്യുന്നത് അല്ലേ, ഒരു ട്രിപ്പ് വന്നത്. പക്ഷേ വളരെ ഗുഡ് ഫീൽ ആയത് കാരണം എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഞാനാണ് ഇരുന്നിട്ട് എല്ലാ ഐറ്റിനറി എഴുതി ഉണ്ടാക്കാറ്, എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നുള്ളത്. വിഷ്ണുവിന് വലിയ പറഞ്ഞു. നമുക്ക് സാധാരണ വെക്കേഷന് സാധാരണ ഇന്ത്യയിലേക്ക് വരുമ്പം ഓൾറെഡി ഇന്ത്യയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ പ്ലാൻ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇവിടെ വന്നൊരു വെക്കേഷനും കൂടെ പ്ലാൻ ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സമയം കണ്ടെത്താൻ പറ്റാറില്ല. ഇപ്രാവശ്യം പക്ഷെ നമ്മൾ സ്ഥലവും നമുക്കുള്ള എന്താ പറയുക കൊച്ചുണ്ട്, അല്ല നമുക്ക് ഓരോ സ്ഥലങ്ങൾക്ക് പോകണ്ട, ഉള്ള സ്ഥലത്ത് തന്നെ ഇരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. പിന്നെ അവര് ഭയങ്കരമായിട്ട് നമ്മൾക്ക് എല്ലാം ഇവിടെ ചെയ്യുന്നില്ലേന്ന് അവര് കറക്റ്റായിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പർ പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചേഞ്ച് ആവശ്യം വന്നപ്പോൾ നമുക്ക് വിളിച്ച് പറയാൻ പറ്റി. അപ്പൊ അതപ്പം തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഇവിടെ എത്തി പിന്നെ ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ എന്നുള്ളൊരു അപ്രോച്ച് ആയിരുന്നില്ല. നമ്മളെ അന്വേഷിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നുള്ള നല്ല സർവീസ് ആയിരുന്നു. ഈവൻ ഇവിടെ മാലിയിലുള്ള ഓഫീസിൽ നിന്നുള്ള കോൺടാക്ട് ഉണ്ടായിരുന്നു. സോ ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും മാലി ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും അവിടെ അവരുടെ ഓഫീസിൽ നിന്ന് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ നെക്സ്റ്റ് ഹോട്ടലിലേക്ക് പോകാൻ. ബിക്കോസ് നമുക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്. സോ അങ്ങനത്തെ എല്ലാ സർവീസും എസ്പെഷ്യലി നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് വിത്ത് ബേബി ആകുമ്പോൾ നമ്മുടെ കേസിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടായില്ല, നമ്മൾ പോണത് മാത്രമേ അറിയണ്ടായുള്ളൂ. അപ്പോൾ അച്ഛനും ഇത് ബഡ്ജറ്റ് ഹോൾഡേഴ്സിന് ഇഷ്ടപ്പെട്ടത് കാരണം അവർ പറയുന്നുണ്ട് നെക്സ്റ്റ് ഇനി തായ്ലൻഡ് അല്ലെങ്കിൽ സിംഗപ്പൂരൊക്കെ അവർക്ക് പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. എവിടെയെന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടില്ല, പക്ഷേ ബഡ്ജറ്റ് ഹോൾഡേഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്യണം അല്ലേ. അതെ, തീർച്ചയായും. പെട്ടിയെല്ലാം ഇവിടെ വെച്ചു. നമ്മൾ റിസപ്ഷനിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു, കാരണം നല്ല വ്യൂ ഒക്കെ കണ്ട് നടക്കാമല്ലോ. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോഴേക്ക് ഹായ്, നമ്മളെ ഇവിടെ ഹെൽപ്പ് ചെയ്തിരുന്ന ആളായിരുന്നു കേട്ടോ അവര്. നമ്മളിങ്ങനെ 2 minutes വെയിറ്റ് ചെയ്യണേ. നമ്മൾ ആദ്യം വിചാരിച്ചു ബഗ്ഗിയിൽ പോകുന്ന വഴിക്ക് ഫോട്ടോ എടുക്കാന്ന്, പക്ഷെ നല്ല വെയിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ വരാമെന്ന് പറഞ്ഞു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഒക്കെയാണ് ഇവിടെ ഒരു സീസൺ എന്ന് പറയുന്നത്. കാരണം യൂറോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല തണുപ്പുള്ള സമയമാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ കൺട്രിയിലോട്ട് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പോൾ ഒക്ടോബർ വരെ ഇവിടെ ഒരു റേറ്റും ഒക്ടോബർ കഴിഞ്ഞ് നവംബർ തൊട്ട് വേറെ റേറ്റുമാണ്. കാരണം നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ടായിരുന്നു ഒക്ടോബർ വരെ കുറച്ച് വില കുറവാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവംബർ തൊട്ട് വേറെ തന്നെ റേറ്റാണ് ഇവിടുത്തെ എല്ലാ റിസോർട്ട്സിലും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാട്ടിൽ എല്ലാ സമയത്തും ഒരേപോലത്തെ വെതറാണല്ലോ. അപ്പോൾ ഇവിടെയും എനിക്ക് തോന്നുന്നു ഭയങ്കര തണുപ്പൊന്നും പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒക്ടോബറിന് മുന്നേ, നവംബറിന് മുന്നേ ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വില കുറഞ്ഞിട്ട് നമുക്കിവിടെ റൂംസൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. വിഷ്ണുവിന് ഇറങ്ങാൻ സമയം എപ്പോഴാണ് സ്നോർക്കൽ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം വന്നു അച്ഛനും അല്ലേ. അച്ഛനെ വിളിച്ചായിരുന്നു രാവിലെ വിഷ്ണുവിനെ, പക്ഷെ വിഷ്ണു വന്നില്ല. ഞാൻ അമ്മേനെ പൂവൊക്കെ വെച്ചോട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിന് നമ്മളിങ്ങനെ മാർക്ക് ഇടായിരുന്നു കേട്ടോ. അങ്ങനെ യുവിടേനെ നമ്മൾ എല്ലാവരും കൂടെ ഇട്ടത് ഒരു 8.5 out of 10 ആയിരുന്നു. ആ ഒരു 1.5 ഇനി അഹങ്കരിച്ചാലോ എന്ന് വിചാരിച്ച് കുറച്ചതാണ്. നല്ല കുട്ടിയായിരുന്നു. നമ്മൾ മുഖത്ത് കൊതു കടിച്ച പാടൊക്കെ ഏകദേശം താന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഫ്രഷ് പാടുകൾ വരുന്നതാണ്.
ബാക്കിയെടുത്ത് തിരിച്ച് ഭയങ്കര ശബ്ദമല്ലേ? അതെ, നമ്മൾ തിരിച്ച് റിസപ്ഷനിലോട്ട് പോയി. നല്ല കുറേ ദിവസങ്ങളായിരുന്നു, എല്ലാവർക്കും നല്ലൊരു റിലാക്സ്ഡ് ടൈമായിരുന്നു, നല്ല സർവീസായിരുന്നു ഇവിടെ. ഓൾ ടുഗെദർ വെരി ഗുഡ് ടൈം. നല്ല റിഫ്രഷ് ആയിട്ടുള്ള മൈൻഡായിട്ട് നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അച്ഛൻ പറയായിരുന്നു, അച്ഛനും അമ്മയും കാശ്മീർ പോയിട്ടുണ്ട്, വെള്ളവും കാണാനുള്ള ഭംഗിയൊക്കെ ഇതിനേക്കാളും 2 ഇരട്ടിയാണ്, പക്ഷേ ഭയങ്കര പൊല്യൂട്ടഡ് ആണ്, ആരും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന്. എത്ര ഭംഗിയുള്ള സ്ഥലമാണെങ്കിലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രാജുവലി അതിൻ്റെ ഭംഗി കുറയും. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നമ്മൾ തന്നെ എപ്പോഴും വൃത്തിയാക്കി വെക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ശീലിച്ച് വരേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നണേ. റിസപ്ഷനിലെത്തി വിഷ്ണു ബില്ല് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ് എടുത്തെങ്കിലും ചില കാര്യങ്ങളൊന്നും ഓൾ ഇൻക്ലൂസീവിൽ വരില്ല. ഇപ്പോൾ ചില വാട്ടർ സ്പോർട്ട് വരില്ല, പിന്നെ അതേപോലെ സ്പാ വരില്ല. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചത് കാരണം അതിൻ്റെ ഒരു ബിൽ സെറ്റിൽമെൻറ്റ് വരുന്നുണ്ട് അവസാനം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വേറെ നമ്മുടെ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ആദ്യം തന്നെ പേ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അതല്ലാതെ വേറെ ഇവിടെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്നറിയോ, ഇവിടെ പേയിങ് അധികം വരുന്നത് ഡോളേഴ്സിലാണ്. അപ്പോൾ നമ്മൾ വൈസ് എന്ന് പറയുന്ന ഒരു കാർഡ് അല്ലെങ്കിൽ ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ യൂറോ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഡോളറിലായിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഇവിടെ അധികം റിസോർട്ട്സിലും ഡോളർ തന്നെയാണ് പേയിങ് തോന്നുന്നു. മോൾദീവ്സിന് വേണ്ടി അവരുടെ കറൻസി ഉണ്ട് കേട്ടോ, പക്ഷെ അതല്ല, എല്ലാവരും ഡോളേഴ്സാണ് മെൻഷൻ ചെയ്യുന്നത്. ഇന്നാണ് പ്രോപ്പർ ബീച്ച് വൈബ്. എക്വയും പിന്നെ വൈറ്റും നല്ല രസമുണ്ട് ഈ കുർത്ത. ഇത് പ്രാവശ്യം ഞാൻ അടിച്ചു മാറ്റുന്നതാണ്. മുന്നേ എനിക്ക് അമ്മയുടെ കുർത്ത പാകമായിരുന്നു കേട്ടോ, ഇപ്പം ഞാൻ തടിച്ചതുകൊണ്ട് എനിക്ക് സംശയമാണ് കയറുമെന്ന്. അല്ലേ, മുന്നേ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെ, ഒരു കുറയ്ക്കും. ഞാൻ തിരിച്ചു പോയിട്ട് ഏപ്രിൽ വരുന്നതാണല്ലോ അപ്പം നമ്മൾ വിചാരിക്കണേ. വരുമ്പോൾ അമ്മ എന്നെ കണ്ടാൽ തിരിച്ചറിയില്ല. ഞാനിങ്ങനെ എൻ്റെ പ്ലാൻ മുന്നത്തെ പോലെ ആവാനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും വലിയ വ്യത്യാസം തോന്നില്ല, പക്ഷെ എൻ്റെ ഹിപ്പിൻ്റെ പോർഷനൊക്കെയാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുള്ളത്. മോളിക്ക് അതുകൊണ്ട് എനിക്ക് ഡ്രസ്സൊന്നും ഇപ്പോൾ പാകാവുന്നില്ല. മോളിൽ പഴയ സൈസും താഴത്തോട്ട് സൈസ് മാറും ചെയ്തിരിക്കുന്നു. തിരിച്ചു വരും ഞാൻ ഒരു ഇങ്ങനെ വയറൊക്കുള്ളിൽ പോയിട്ട് ലെഹങ്ക ഇട്ടിട്ടാണ് ഞാൻ വരിക. മറ്റേ എയർപോർട്ടിൽ തന്നെ മറ്റേ മ്യൂസിക്കൊക്കെ വെച്ച് തുജെ ദേക്കാത്തോയി ഓടി വരിക ഞാൻ. അമ്മ ഞെട്ടു തന്നെ കണ്ടിട്ട്. ശേഷം നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. 4 ദിവസത്തെ ട്രിപ്പായിരുന്നെങ്കിലും ഇന്നാണ് നമ്മൾ 4 പേരും ഒപ്പം യുബിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിംഗിൾ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു. വിഷ്ണു കാണാൻ അമ്മേനെ പോലെ തന്നെയാണെന്ന് പലരും കമൻറ്റ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ സ്വഭാവവും അമ്മേനെ പോലെ തന്നെയാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ ശാന്തമായ സ്വഭാവം, പിന്നെ ആരോടും അങ്ങനെ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, എല്ലാ സിറ്റുവേഷനിലും അങ്ങോട്ട് ഇഴുകി ചേരുക, ഇതൊക്കെ നമ്മുടെ സ്വഭാവം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറേ വീഡിയോസും റീൽസും ഷോർട്സും ഒക്കെ കണ്ട് മോൾദീവ്സ് എങ്ങനെയായിരിക്കും എന്നുള്ള നല്ലൊരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാനിവിടെ വന്നത്. എല്ലാ രീതിയിലും എൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഏകദേശം 1 മണിക്കൂറായിരിക്കണോ, ഇനി 2 മണിക്ക് ബോട്ട് വരുന്നു പറഞ്ഞു. യുവി ഇതെവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ അവിടെ ഒരാൾ പിക്ക് ചെയ്യാൻ വരുന്നു നമ്മളെ ഇവിടുത്തെ മാലിയിലോട്ടുള്ള ഹോട്ടലിലോട്ടാക്കാൻ വേണ്ടിയിട്ട്. അവർ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എത്തിയൊന്ന് നിങ്ങളുണ്ടച്ചാ വെയിറ്റിംഗ്. ബോറടിച്ചോ? പാടില്ല, പക്ഷെ ശരിക്കും ബോറടിക്കുന്നുണ്ട്, ഞാൻ പറയില്ല. ഇവിടെ സ്നോർക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സ്നോർക്കിൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന മീനുകളെ മുഴുവൻ നമ്മൾ കാണുമെന്നാണ് പറയുന്നത്. ഇതിൽ വളരെ റെയറാണ് ഈ കാണുന്ന ഈ 3 ഗ്രേ റീഫ് ഷാർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഷാർക്കിനെ നമ്മൾ കാണാനുള്ളൊരു സാധ്യതയുണ്ട്, പക്ഷേ ഇത് ഭയങ്കര റെയറാണ്. അതേപോലെ ഈ മാണ്ടാറേ സൈസ് 500 സെൻറ്റിമീറ്റർ, ഇത് നമ്മളിപ്പോൾ കണ്ടില്ലേ വരുന്ന വഴിക്ക്, അത് കുറച്ച് റെയറാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞ് തിരിച്ചു പോയി. അവര് നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ പറയാം. നല്ല ആൾക്കാർ കിട്ടും.
കേട്ടിട്ട് പറയാം. ഇവിടെ പെട്ടിയെല്ലാം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രോളറും ഉണ്ട്. കയറി ഉടനെ അവർ എന്നോട് ഈ സൈഡിൽ നിൽക്കാൻ പറഞ്ഞു കേട്ടോ, കാരണം തിരിയുമ്പോൾ ഇവന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി. നല്ല ആൾക്കാരല്ലേ, അതൊക്കെ ചിന്തിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ബോട്ട് റൈഡ് പറക്കും, എന്നിട്ട് നമ്മൾ തിരിച്ച് എത്തും. അല്ല, ആ റൂമിലത്തെ കാർഡിലെ വില്ല പാരഡൈസ്. നമ്മളിവിടെ എത്തി ഇറങ്ങാണ്. മാൽദീവ്സിലൂടെ പൊതുവെയുള്ള സ്ഥലങ്ങൾ അത്ര വലിയ സ്ട്രോളർ ഫ്രണ്ട്ലി ഒന്നും അല്ല. ഇവിടെ റിസോർട്ടിൽ മാത്രമാണ് നമുക്ക് മുഴുവൻ ഉപയോഗിക്കാനായിട്ട് പറ്റിയത്. ബാക്കി പല സ്ഥലങ്ങളിലും നമ്മൾ പൊക്കിയെടുത്ത് വെക്കുകയൊക്കെ തന്നെയായിരുന്നു. കയ്യിൽ യൂറോ മാറ്റിയിട്ട് മാൽദീവിയൻ കറൻസി ആക്കാൻ പോവാണ് കേട്ടോ. ഒരു യൂറോ എന്ന് പറഞ്ഞാൽ 19 സംതിങ് മാൽദീവിയൻ, എന്താ പറയുക, മാൽദീവിയൻ ഇഷ്ടം റുഫിയ, മാൽദീവിയൻ റുഫിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ 40 നമ്മുടെ കയ്യിലുള്ളത് കാരണം അത് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ബാക്കി നമ്മുടെ കാർഡിൽ മറ്റേ വൈസിൻ്റെ കാർഡ് പറഞ്ഞില്ലേ, അതിൽ ഡോളർ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കയ്യിൽ നിന്ന് പിക്ക് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ പറയായിരുന്നു, ഇവിടെ മാൽദീവ്സിൽ ഇവർക്ക് മെയിനായിട്ടുള്ളത് കടലാണ്. കടൽ വെച്ച് എത്രത്തോളം അവർ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് ഒരു കൺട്രിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഭയങ്കര, എല്ലാ ദ്വീപിലും മറ്റേ റിസോർട്ട്സ് വെച്ച് അവിടെ മാക്സിമം ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്ത് ഈ കണ്ടിട്ട് മെയിൻ ഇൻകം തന്നെ ടൂറിസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നിട്ട് ഒരു രക്ഷ. നമുക്ക് മുടിയൊക്കെ പൊന്തി വിശന്നിട്ട്, നമ്മുടെ മുടിയൊക്കെ ഷോക്ക് അടിച്ച പോലെ. നമ്മൾ വിചാരിക്കണം, ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്. നമ്മൾ H78 എന്ന് പറയുന്ന മാലി തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്യണേ. അപ്പോൾ റൂം പോയി ഇവനൊന്ന് കിടത്തി ഇവനൊന്ന് ഫീഡ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ. അപ്പോൾ അവിടുന്ന് കഴിക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഓൾറെഡി എടുത്തത് നല്ലൊരു തീരുമാനമായിരുന്നു. വിഷ്ണുവിൻ്റെ മാത്രം ഒരു തീരുമാനമായിരുന്നു എടുത്തത്. ഞങ്ങൾ എതിർത്തിരുന്നെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരുന്നു. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ ഈവൻ അതിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു ശീലമുള്ളത് കാരണം നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഈസി ആയിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ആരെങ്കിലും ഒക്കെ മാൽദീവ്സിലേക്ക് വരികയാണ്, സ്ട്രോളർ ഉണ്ട്, ഒരു റിസോർട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമെങ്കിൽ ഒപ്പം സ്ട്രോളർ എടുക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ മാൽദീവ്സിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ സ്ഥലത്തിനെ പറ്റിയിട്ട് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ നമുക്കൊന്ന് പറഞ്ഞു തരുമല്ലോ. അങ്ങനെ ഒരു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മാൽദീവ്സിന് ഇങ്ങനെ പോഷായിട്ടുള്ളൊരു സൈഡും ഉണ്ട്, അതേപോലെ തന്നെ ഈ ഐലൻഡ്സിനും റിസോർട്ടിൽ നിന്നൊക്കെ മാറി വരുമ്പോൾ മാൽദീവ്സിന് വേറൊരു സൈഡും ഉണ്ട്. കുറച്ച് നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന രാത്രി അതിൻ്റെ വേറൊരു ഭാഗം കാണാൻ പറ്റുന്ന, എയർപോർട്ടിൽ നിന്നൊക്കെ വിട്ട് വരുന്തോറും അങ്ങനത്തെ കുറച്ചും കൂടെ ഉള്ളൊരു ഒരു റിയാലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിന്ന് രാത്രി സ്റ്റേ ചെയ്യുന്ന റൂമിലെത്തി. അതിനിടയിലാണ് ഞാൻ ഈ മാൽദീവിയൻ റുഫിയ കണ്ടത്. നമ്മൾ 40 യൂറോ കൊടുത്തിട്ട് നമുക്ക് ഏകദേശം എത്ര കിട്ടി? 690 റുഫിയ കിട്ടി. ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പേപ്പർ, ഭയങ്കര ഫാൻസി ആയിട്ടുള്ള നോട്ട്സ് കേട്ടോ. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പീച്ച് ഉണ്ട്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട്. ഒരു റുഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇന്ത്യൻ റുപ്പിയാണ് അല്ലേ. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോട്ടെ. ഇവിടെ ഡോളറും ഈക്വലി തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ യുടെ കിടന്ന് റെസ്റ്റ് എടുക്കും, ഞങ്ങൾ പോയി ലഞ്ച് കഴിച്ചിട്ട് വരും. കരയരുത് കേട്ടോ. പ്രോപ്പർ ഒരു എയർപോർട്ട് ഹോട്ടലിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. ഒരു നൈറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ നല്ല പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വൃത്തിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു നൈറ്റിന്റെ കാര്യമുള്ളൂ. നമ്മൾ നാളെ രാവിലെ 4:30 ആകുമ്പോൾ 5:30 ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്നു പറഞ്ഞു. 5:30 താഴെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് 6 മണിക്ക് കാറിൽ പോകും. നമ്മളിവിടെ അമ്മി അച്ഛനും ഇവിടെ ഒന്ന് ജൂനിയർ സ്യൂട്ടാണ്, അതിലാണ് അമ്മി അച്ഛനും നിൽക്കുന്നത് അല്ലേ. ജൂനിയർ സ്യൂട്ട് ഇവ ഉള്ളതുകൊണ്ട് നമ്മൾ എടുത്തത്. പക്ഷേ റൂം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അമ്മയും അച്ഛനെ അങ്ങോട്ട് തട്ടി നമ്മൾ ഇങ്ങോട്ട് വന്നു. ക്ലിയർ ആയിട്ട് ഞെട്ടിപ്പോയി. ശരി, ഇതിനൊരു മറ്റേ തെളിച്ചം കൂടുതലുണ്ട് സാധാരണ കണ്ണടയിലേക്കാളും. അത് നമ്മൾ ഈ H78 തന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവരെ റൂഫ് ടോപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കുന്നത്. എന്ത് രസമാണ് നോക്കി നോക്കി. ഇവിടെ നിന്ന്
അല്ലേ? അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ. നമുക്ക് നടക്കാട്ടോ, നല്ല രസല്ലേ? ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കും അങ്ങോട്ട് എത്തുന്നുള്ളത്. കണ്ടോ കുറച്ച് ആൾക്കാർ നടന്ന് അങ്ങോട്ട് പോണത്. അല്ല, കുറച്ച് ദൂരം ഉണ്ടായിരിക്കും, പക്ഷെ രസം ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി അവനെ ഇരുത്തും ചെയ്യായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം അമ്മ ഞാൻ സീരിയസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിവിടെ നടക്കാൻ വരാട്ടോ വിഷ്ണു. നല്ല രസല്ലേ? എടോ അത് കൂടെ നടന്ന് അത് വരെ എത്താം. അവിടെ കണ്ട പോലത്തെ ബീച്ച്. ഓ, അതാണ് അവിടെ മറ്റേ കളിക്കാനുള്ള സ്ഥലത്ത്. This one is dragon also comes just like this. Mongolian also comes. Spicy? One chicken platter, one Chicken platter, one chicken fried rice, one grilled chicken. പല വീഡിയോസിലും ഞാനും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സീ പ്ലെയിൻ. പല റിസോർട്ട്സിനും നമ്മൾ എയർപോർട്ടിൽ നമ്മൾ പിക്ക് ചെയ്യുക ഒരു സീ പ്ലെയിനിലായിരിക്കും. നമ്മൾ സ്റ്റേ ചെയ്ത വില്ല നോട്ടിക്കയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പോയത് ബോട്ടിലായിരുന്നു. കഴിച്ചു ലഞ്ച് ടീയുടെ സമയത്ത് കഴിച്ചത് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. കിട്ടിയ ഒരു ഗ്യാപ്പിൽ എടുത്തോണ്ട് വിഴുങ്ങി മൊത്തം. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. ഇവിടെ തൊട്ട് ഫ്രണ്ടിലെ ബീച്ച് നല്ല രസമുണ്ട്. ഷാലോ ബീച്ച്, പിന്നെ നമ്മുടെ എന്താ നോർമൽ ബീച്ചിന് എന്തെങ്കിലും പേരുണ്ടോ? അല്ല, പക്ഷെ ഞാൻ രണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, കാരണം ഷാലോ ബീച്ച് കഴിഞ്ഞിട്ട് ഗ്യാപ്പിൽ ഞാൻ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഒരു ഷാലോ ബീച്ച് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്ത് കണ്ടോ നമ്മുടെ സാധാ കടല്. അതെന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത്ര ദൂരം ആൾക്കാർ നടന്ന് അതുവരെ പോണുണ്ട്. ഇവിടെ തിരയുണ്ടായിരിക്കില്ലല്ലോ. രസമുണ്ടത്. അങ്ങനെ ഹോട്ടലിൽ വന്ന് കിടന്നുറങ്ങി ആ ഒരു ദിവസം കഴിഞ്ഞു. ഇത് അടുത്ത ദിവസം രാവിലെ 5:30 സമയം. നമ്മൾ കൃത്യസമയത്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോട്ടലിൽ നിന്ന് നമുക്ക് പിക്കപ്പ് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഓൺലൈൻ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂർ മുന്നേ കൃത്യം നമ്മൾ എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ 8:30 നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ കൊച്ചിയാണ് ലാൻഡ് ചെയ്യണത്. അവിടുന്ന് ശരിക്കും ഇവിടെ നിന്നുണ്ടല്ലോ കാലിക്കറ്റിലോട്ട് ഫ്ലൈറ്റ്സ് ഇല്ല. അതൊരു വലിയ ചടങ്ങാണ്. കൊച്ചി പോയി ഇനി കൊച്ചിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്ത് നാട് വരെ പോകണം. പിന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ ഒരു കണ്ടീഷൻ കാരണേ കാലിക്കറ്റ് ടു കൊച്ചി കാറിൽ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ട്രെയിൻ ബുക്ക് ചെയ്തു. അത് നല്ല സുഖമായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും നല്ലതായിരുന്നു. അപ്പം അങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല, അത്ര ടയറിങ് ആയിരിക്കില്ല എന്ന് വിചാരിക്കണു. ട്രെയിൻ യാത്ര എപ്പോഴും നമ്മളെ കുറച്ച് ക്ഷീണം കുറയ്ക്കുമല്ലോ. പക്ഷെ ഇപ്പം ഞാൻ ഉറങ്ങി തൂങ്ങിയ വർത്താനം പറയുന്നത്. രാവിലെ 4 മണിക്ക് എണീറ്റ് 4 മണിയില്ല 4:30 എണീറ്റ് റെഡിയായി. നമ്മളിപ്പോൾ അതെ 5:45 എയർപോർട്ടിലെത്തി. അങ്ങനെ ഒരു നീണ്ട ബ്രേക്കിന് ശേഷം മോൾദീവ്സ് വെച്ച് നമ്മളിത് സൺറൈസ് കണ്ടിരിക്കുകയാണ്. ഈ ഒരു നേരമാകുമ്പോൾ എണീക്കാനൊക്കെ മടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് കുറേ ഈ സൺറൈസ് ഒക്കെ കണ്ടിട്ട് തീർന്ന് അവസാനം വീട്ടിലോട്ട് അങ്ങോട്ട് എത്താനാകുമ്പോൾ നമുക്ക് ഈ വീട്ടിലെ ചോറും കറിയും കഴിക്കാൻ ആക്രമണം വരില്ലേ. ഇവിടെ നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിലെ ഭക്ഷണം മിസ് ചെയ്യുന്ന പോലത്തെ ഭക്ഷണങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഇഡ്ഡലി, സാമ്പാർ, പൂരി, പിന്നെ അതേപോലെ എന്താ പറയുക ദോശ, ഊത്തപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ചോറ്, മോരുകറി അതൊക്കെ കഴിക്കാൻ ഒരു ത്വര വരുമല്ലോ. അതോടുകൂടെയാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. ഹോട്ടൽ ഭക്ഷണം കഴിച്ച് മടുത്തൊരു സ്റ്റേറ്റ് ഇല്ലേ അത്. ഇത്തവണയും നമ്മൾ അനൗൺസ്മെന്റ് കാരണം കേൾക്കാണ്ടോ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇത്തവണ നമ്മൾ നമ്മുടെ സ്ട്രോളർ ഇവിടെ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ മുന്നേ അവിടെ വെക്കുകയാണ് കേട്ടോ. ഓരോ തവണയും അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു എന്താ പറയുക ഒരു മിസ്റ്ററിയാണ്. നമുക്ക് ബെൽറ്റ് കിട്ടുമോ, അത് ഇറങ്ങി ഉടനെ കിട്ടും എന്നുള്ളതൊക്കെ. ഇവിടെ ഫ്ലൈറ്റ് കൊച്ചി എടുക്കാൻ പോവാണ്. എൻ്റെ ഗൗരവം മൊത്തം. ഫ്ലൈറ്റ് ഒന്ന് പൊങ്ങി താഴെ നോക്കിയപ്പോൾ ഇതായിരുന്നു വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അൽക്ക പറഞ്ഞ പോലെ കൊച്ചിയിൽ നിന്നാണെങ്കിൽ കമ്പുക്കുത്തി ചാടി നമ്മൾ മാൽദീവ്സിലെത്തും. അതുകൊണ്ട് എടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ലാൻഡ് ചെയ്യാനായി കേട്ടോ. അങ്ങനെ ലാൻഡ് ചെയ്ത് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ബാഗേജിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മളൊക്കെ അത്ര സർപ്രൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു. സീനും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പെട്ടി മാറിയെടുത്ത് അഷ്റഫ് കൊണ്ടുപോയി. അച്ഛൻ്റെ പെട്ടി മാറി അഷ്റഫ് കൊണ്ടുപോയി. അഷ്റഫിൻ്റെ പെട്ടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ ഇവിടെ എയർലൈനല്ല ഇവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ
എന്താ ചെയ്യാൻ പറ്റുക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അച്ഛൻ കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പോവാണ്. അങ്ങനെ ആ ഒരു മേഖലയും കൂടെ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബാഗേജ് മിസ്സായി കഴിഞ്ഞാൽ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ മെയിൻ കണ്ടന്റ്. കസ്റ്റംസ് പിടിച്ച് നമ്മൾ കവർ ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് ഓവർ ബുക്കിംഗ് എന്നുള്ള എന്നേ വരെ ഇഷ്ടം ഞാനൊന്നും കേൾക്കാത്തൊരു സിനാരിയോ നമ്മൾ കവർ ചെയ്തു. പിന്നെ ഫ്ലൈറ്റ് മിസ്സായത് നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പോ ബാഗേജ് മിസ്സായത്. ഞാൻ ഇന്നേ വരെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഒന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമില്ല ഞാൻ എടുത്തിട്ടില്ല. നമ്മള് മറ്റേ പോർച്ചുഗൽ പോയപ്പോ പാസ്പോർട്ട് വെച്ച് മറന്നത്, ക്യാബിൽ പാസ്പോർട്ട് വെച്ച് മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കവർ ചെയ്തു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രാവലില്. അപ്പൊ വിഷ്ണു അച്ഛനും കൂടെ ഇപ്പൊ ഇത് എഴുതി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അഷ്റഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിയാണ്. അച്ഛൻ്റെ രണ്ടും ഒരേപോലത്തെ പെട്ടി കേട്ടോ, മാറിയെടുത്ത് കൊണ്ടുപോയതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ബാഗേജ് ബെൽറ്റിൽ നിന്ന് പെട്ടി എടുക്കുമ്പോൾ മാർക്കിങ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടാഗ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ എപ്പോഴും അത് വായിച്ചു നോക്കാറുണ്ട്. ഈവൻ ഒരേപോലത്തെ പെട്ടികൾ കുറേ കഴിക്കുമല്ലോ. അതെ. അപ്പൊ എനിക്ക് അൽത്താച്ച് പോയിട്ട് ചട്ടിച്ചോറ് കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സാധ്യതയില്ല. ഇത്ര ദൂരം ഉണ്ട്, ആലോചിക്കാൻ നോക്കണം. ചോറ് കഴിക്കാം, പക്ഷെ ചട്ടിച്ചോറ് കഴിക്കാൻ പറ്റുമോ അറിയാം. കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങി ടാക്സിയുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. കാരണം പുള്ളി ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടെ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലോട്ട് കൊറിയർ ചെയ്ത് തരും. ആ ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുള്ളൂ. എടോ അച്ഛന് അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ പോകുമ്പോൾ വാങ്ങിക്കാൻ ഓർത്തോണ്ട് കേട്ടോ. ഒന്ന് രാത്രിക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. പക്ഷെ ഞാൻ ആലോചിക്കാം, ഈ അഷ്റഫ് എന്ന് പറയുന്ന പുള്ളി മാലിന്ന് ഇങ്ങോട്ട് വന്നത് 4 ദിവസത്തേക്ക്. പുള്ളിക്ക് ഇന്ന് രാത്രിക്ക് എന്താ ഉണ്ടാവുക? ഷോപ്പിങ്ങിന് കൊണ്ടുവരില്ലേ? നമുക്ക് തമാശ, പുള്ളിയുടെ വിഷമം പുള്ളിക്കറിയാം. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലെത്തി, ആലുവ. ഇവിടെ നമുക്കിനി നേത്രാവതി എടുത്തിട്ടാണ് തിരിച്ച് കാലിക്കറ്റ് പോകാനുള്ളത്. ആസ് യൂഷ്വൽ നേത്രാവതി ലേറ്റ് ആയിരുന്നു. നമുക്കിവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാന്ത് വരുന്നൊരവസ്ഥയില്ലേ, അങ്ങനെയായി. നമ്മൾ ട്രെയിനൊക്കെ പിടിച്ച് വീട്ടിലെത്തി. നിങ്ങൾ നമ്മുടെ ഒപ്പം മാൽദീവ്സിൽ വന്നതായിരുന്നു. തിരിച്ച് ഞാൻ അതേ സേഫായിട്ട് കാലിക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാൽദീവ്സ് ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.